Martin. Monika. Monika. Caroline. Yes. Halinka. Halinka. Barbara. Barbara. Monika. Monika. Two Monika. Taka. Your name? Dominika. Dominika. എനിക്ക് ഒരു special And Polish. we made this up today and you Yeah, can taste. thank you so much. Yeah, we can I have will from bring you there. there. ഇവിടെ ഒരാളെ കിട്ടി, ഫ്രണ്ടാണ് അലൻ, ഇപ്പം എൻ്റെ ഫോളോവറും കൂടെയാണ്. പുള്ളിക്കാരൻ എനിക്ക് 2 കുപ്പി എന്തെങ്കിലും അയക്കാനുണ്ടെങ്കിൽ അത് നല്ലോണം പാക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇതിലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ ചെയ്താലും മതി. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പോളണ്ടിലാണുള്ളത്. പോളണ്ടിലെ ഫസ്റ്റ് 10 ഡേ കഴിഞ്ഞു. അങ്ങനെ എൻ്റെ 22ാമത്തെ രാജ്യം. ഇന്ന് ഞാൻ പോകുന്നത് വാർസോവിലേക്കാണ്. ഇന്നലെ ക്യാമ്പ് ചെയ്ത സ്ഥലം കാണണ്ടേ, ഒരു വെറൈറ്റി ഇതായിരുന്നു. കാരണം സാധാരണ ഞാൻ ക്യാമ്പ് ചെയ്തത് കുറ്റിക്കാട്ടിലേക്കാണ്. പക്ഷേ ഇന്നലെ ക്യാമ്പ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്യാരേജിന് മുമ്പിലാണ്. അപ്പോൾ കാണിച്ചു തരാം. ഇത് വാർസോയിലേക്കുള്ള റോഡാണ് കേട്ടോ. ഞാൻ ഇന്നലെ ക്യാമ്പ് ചെയ്തത് ഇതാ ഇവിടെ ഓട്ടോ സെൻട്രം എന്ന് പറയുന്നൊരു ഗ്യാരേജിൻ്റെ, ഇത് കൊട്ടക്കാരുടെ ഷോപ്പാണ്. പാർട്സുകൾ, വണ്ടിൻ്റെ മറ്റേ എന്താ പറയുക, പൊളിച്ചിട്ട് വിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത സ്ഥലം ഇതാ. ഇവിടെ ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ റോഡ് സൈഡിലാണ്, ആരും കാണില്ല. കാരണം അപ്പുറം ഇപ്പുറം ഓരോ വണ്ടികളുണ്ട്. അപ്പോൾ റോഡുമെന്ന് ആരും കാണുന്ന വിഷയം വരുന്നില്ല. ഈ വണ്ടിയൊന്നും എടുക്കില്ല, അതൊക്കെ പൊളിക്കാനുള്ള വണ്ടികളാണ്. അതുകൊണ്ട് വണ്ടികളൊക്കെ ആയിട്ട് കവറിങ് ഉണ്ട്. ഇന്നലെ അടിപൊളിയായിട്ട് ഇവിടെ താമസിച്ചു, ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ പോളണ്ടിലെ ഫസ്റ്റ് ക്യാമ്പിങ് അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പാക്ക് ചെയ്തിട്ട് യാത്ര തുടങ്ങാം. നല്ലോണം കുറച്ച് ലേറ്റായിപ്പോയി, ഉറങ്ങിപ്പോയി. ഞാനിപ്പോൾ ഉള്ളത് ബിയൽസ്കോ-ബിയാല എന്ന് പറയുന്ന, അങ്ങനെയാണെന്ന് തോന്നുന്നു വായിക്കുക, ബിയൽസ്കോ-ബിയാല അങ്ങനെ കാണുന്നത്. ആ ചെറിയൊരു ടൗണിലാണ് ഉള്ളത്. ഇനി ഇവിടുന്ന് ഈ കാണുന്ന റൂട്ടിന് 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ വാർസോവിലെത്തും. എനിക്ക് പോകേണ്ട റൂട്ട് അതാണ്. ഇതാണ് പോളണ്ട്. മ്യൂസിയം, എവിടെ പോയാലും മ്യൂസിയം കാണാം. ഓൾഡ് മാർക്കറ്റ് സ്ക്വയർ മ്യൂസിയം, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ, ലിറ്റിൽ വിയന്ന എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല ക്ഷീണമുണ്ട്. കാലിനൊന്നും ഒരു ഇത് കിട്ടുന്നില്ല, ഉറപ്പ് കിട്ടുന്നില്ല. ഒരു പ്രോട്ടീൻ ബാർ വാങ്ങി കഴിക്കട്ടെ, നടക്കുന്നില്ല. ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതാണ്. ക്ലൈംബ് വരുമ്പോഴാണ് പ്രശ്നം. ഫ്ലാറ്റ് ആണെങ്കിൽ പ്രശ്നമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ പോകാം. ക്ലൈംബ് വരുമ്പോൾ ആണ് വിഷയം. വീണ്ടും ഒരു പണി കിട്ടിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ. ഇവിടുത്തെ പോളണ്ടിൻ്റെ കറൻസിയാണ് യൂസ് ചെയ്യുക. ഇവിടെ യൂറോ എടുക്കില്ല. അപ്പോൾ ആകെ പെട്ട്. ഞാനിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് കയറി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു യൂറോ എടുക്കില്ല. എൻ്റെ കയ്യിൽ ഒരു എന്താ പറയുക, ഒരു ഡ്രോപ്പ് വെള്ളം പോലും ഇല്ല കുടിക്കാൻ. അപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടി. വാട്ട്സ് യുവർ നെയിം? അലൻ. ഇവിടെ ഒരാളെ കിട്ടി, ഫ്രണ്ടാണ് അലൻ, ഇപ്പം എൻ്റെ ഫോളോവറും കൂടെയാണ്. പുള്ളിക്കാരൻ എനിക്ക് 2 കുപ്പി വെള്ളം തന്നു. അപ്പുറത്തുണ്ട് ഒരു ലേഡി, ഈ കാറിലുള്ള ലേഡി ഈ 2 കുപ്പി വെള്ളം കൂടി കൊണ്ടു തന്നു. ആ ചെറിയ 2 കുപ്പി, അത് നല്ല സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ള നല്ല വെള്ളം. അത് കുടിച്ചിരിക്കുകയാണ്. എന്തായാലും കൺട്രി കിടക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ചില കൺട്രിയിൽ യൂറോ എടുക്കില്ല. യൂറോപ്പിലേക്ക് കയറുമ്പോൾ നമ്മളത് ഇനി പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു സിറ്റി എത്തുമ്പോൾ അവിടുന്ന് വേണം കറൻസി മാറാൻ. ഞാൻ ഇന്നലെ വരുമ്പോൾ ഒന്നും മാറാൻ പറ്റിയില്ല. ഇപ്പം ബാങ്ക് തുറക്കുന്ന സമയമാവുന്നേ ഉള്ളൂ.
ആയിട്ടില്ല. എനിക്കിപ്പം ഇനി മാറാൻ അടുത്ത സിറ്റി എത്തണം. അടുത്ത സിറ്റി എവിടെയാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും പോയി നോക്കാം, പോയിട്ട് മാറാം. നമ്മുടെ അല്ലനെ എന്നെയും കൂട്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോ. ഞാൻ പ്രോട്ടീൻ ഷേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഗോ ടു ദാറ്റ് വേ. നമ്മൾ രണ്ടുപേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പ്രോട്ടീൻ ഷേക്ക്, ആപ്പിള്, സ്വീറ്റ് ബ്രെഡ്, പുള്ളി ഒരു പ്രോട്ടീൻ ഷേക്ക് അടിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ആർ യു സൈക്ലിസ്റ്റ് ഓർ യു ഡു സൈക്ലിംഗ്? യു ഹാവ് സൈക്കിൾ? ബൈസൈക്കിൾ? Yeah, of course. Oh, nice. But I prefer mountain bike. Oh, mountain bike, okay. And this year I start to climbing. Climbing, oh. And, How old are you? how old? Yeah, 25. 25, nice. Thank you, Bon thanks a lot. Bon appetit. ഇത് പാർസൽ സർവീസ് ആട്ടോ. ഇത് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് നമ്മളൊരു കോഡ് ഫോണിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. ഡെലിവറി പരിപാടികൾ നമ്മൾ മൊബൈലിൽ എന്തോന്ന് ചെയ്തെടുത്തതാ, ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്ന അതിനുള്ളിൽ വെച്ച് ക്ലോസ് ചെയ്തത്. കൊള്ളാനുള്ള പരിപാടി. ഈ അടഞ്ഞു കിടക്കുന്നതിലൊക്കെ സാധനം ഉണ്ട് കേട്ടോ. അത് അതിൻ്റെ ആൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇറ്റ്സ് ന്യൂ. ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അയക്കാനുണ്ടെങ്കിൽ അത് നല്ലോണം പാക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇതിലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ ചെയ്താലും മതി. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്നിട്ട് അതെടുത്ത് കൊണ്ടുപോയിട്ട് എവിടെയാണോ എത്തിക്കേണ്ടതെന്ന് എത്തിക്കും. അതേപോലെ വരുന്ന സാധനങ്ങൾ അവർ ഇതിനുള്ളിൽ കൊണ്ടുവെക്കും. നമുക്കൊരു കോഡ് ഉണ്ടാവും. ആ കോഡ് ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ആ കോഡ് അടിച്ചു കൊടുത്താൽ ഇതിൽ ഏതിലാണോ ഉള്ളത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. അപ്പോൾ നമുക്കത് എടുത്ത് പോവാം. ആ കോഡുള്ള ആ ബോക്സ്, അതിന് പെർട്ടിക്കുലർ കോഡ് ഉണ്ടാവും അവരുടെ ഫോണിൽ. അത് അടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പണായി പോകും. അങ്ങനെയാണ് ഞാൻ കണ്ടതിപ്പം. എന്നോട് ചോദിച്ചിട്ട് എനിക്ക് അറിയില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ കുറച്ച് നേരമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലായത് ഇക്കാര്യമാണ്. 1-2 പേര് വന്ന് ഫോണിൽ ആ കോഡ് അടിച്ച് കൊടുക്കുന്നു. അപ്പോൾ അത് ഓപ്പണായി വരുന്നു. അവരുടെ പാർസലും എടുത്ത് പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു പുതിയൊരു ഇൻഫർമേഷനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനൊരു പരിപാടി കാണുന്നത്. വേറെ എവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പെക്കോമാറ്റ് എന്താ വായിക്കുക? സെഡും സിയും കെയും ഒക്കെ കൂടി ഒന്നിച്ച് വന്നിട്ട് എന്താ വായിക്കാന്നൊരു ഐഡിയ. താങ്ക്സ് എ ലോട്ട്. ഇവർ ഞാൻ വരുന്നത് കണ്ടിട്ട് ഇവിടെ സൈഡാക്കിയിട്ട് തന്നെ ഇവിടെ നിർത്തിച്ച് ഒരു കോഫി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്താണ്. എനിക്കൊന്ന് ഇവർ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. സെക്യൂരിറ്റി ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഉള്ളിലേക്ക് വിളിച്ച് വരുത്തിയതാണ്. ഗ്രൂപ്പ് ടോബി. താങ്ക്സ് എ ലോട്ട്. ഞാനിപ്പോൾ ഇവിടെ ടോബി എന്ന് പറഞ്ഞ കമ്പനിയിലാണുള്ളത്. ഇവിടെ ഒരാളെ പരിചയപ്പെടാം. ഹായ്, വാട്ട്സ് യുവർ നെയിം? കാരോലൈൻ. ആളിവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. എന്നെ കാത്ത് കുറേ പേരത് അവിടെ ഇരിക്കുന്ന. നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. ഇവരൊക്കെ എന്നെ നോക്കിയിരിക്കുകയാണ്, എന്നെ വെയിറ്റ് ചെയ്ത്. നമുക്ക് അവിടുന്ന് അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാം. Okay, I will take photos with my phone. ഇവരെല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. യുവർ നെയിം? തോമസ്. Maciej. Maciej. Monika. Monika.
Caroline. Yes. Halinka. Halinka. Barbara. Barbara. Monika. Monica. Two Monica. I The two same, Thomas. 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 Two Thomas. Okay. You all stand together. ഇത് ടോബി ഗ്രൂപ്പിൻ്റെ 25ാമത്തെ വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരൊരു ട്രക്ക് ഇറക്കിയതാണ്. ഈ ട്രക്ക് പോളണ്ടിൽ ഒറ്റൊന്നുള്ളൂ ട്രക്ക്. ഇത് സ്പെഷ്യൽ എഡിഷൻ ട്രക്കാണെന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഓൺലി വൺ ഇൻ പോളണ്ട്. അവരുടെ 25ാമത്തെ വാർഷികം ടോബി ഗ്രൂപ്പിൻ്റെ 25th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് അപ്പോൾ അവരെന്നെ വിളിച്ച് ഒന്ന് സെലിബ്രേറ്റ് ചെയ്തതാണ്. ഞാനിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ യെസ് വാ 1 2 3 കയറണമെങ്കിൽ കുറച്ചല്ല മെനക്കേട്. Special motor, special Special edition. everything special. Everything special. Same like car. This is individual. Yeah. Co? Proszę go zapytać. If you're hungry, we've got tomato soup of chicken. No. Okay, no problem. If you want. Your name? Dominika. Dominica. എനിക്ക് ഒരു സ്പെഷ്യൽ And we പോളിഷ്. made the soup today, and you can taste. Thank you so much. Yeah, we can I will have bring from you there. there and you can Okay. I was wondering what the special. Your name? Agnes. Agnes. Hi. Hi. Yeah. You're already Thomas, yeah. Two Thomas. Thomas. Three Thomas. നല്ല പോളിഷ് സൂപ്പ് എന്നെയും കാത്തിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. യാ കം യു ക്യാൻ ഷെയർ ഇറ്റ്. നൈസ്. ഈ സൂപ്പ് ഞാൻ കംപ്ലീറ്റ് അകത്താക്കിയിട്ടുണ്ട്. അവിടെ വേറൊരു സൂപ്പ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ 25th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു വേറൊരു സൂപ്പ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ പോർക്കുണ്ട്. അപ്പോൾ ആദ്യം അവർ അതായിരുന്നു ഓഫർ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, കാരണം ഒരു സ്പെഷ്യൽ പരിപാടിയാണ്. അടിപൊളി. The soup is good. Yeah, nice. I finished. That's empty now. ഇത് കണ്ടോ, ആക്ച്വലി ദിസ് ഈസ് ജീപ്പ് ഓർ something different. What's the name of this? Grokushka. All same or different? No, this water. This Only water. water. Only water. This Puka goulash. goulash. That one water or? Water. രണ്ടെണ്ണത്തിൽ വാട്ടറാണ്. ഇതിലും നല്ല ബിരിയാണീൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെ മസാലയൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അതാണ് ഒരു ബിരിയാണി സ്മെല്ല്. ഇതെങ്ങനെയത്? ഓ, ഇതിൻ്റെ അടിയിൽ കത്തിച്ചിട്ടാണ് പരിപാടി. യെസ്, ഫയറുണ്ട്. ഇതാണ് ഇതിൻ്റെ പരിപാടി. പോളിഷ് ആർമിയുടെ കിച്ചണാണ്. പോളിഷ് ആർമി യൂസ് ചെയ്യുന്ന സെറ്റപ്പാണിത്. അവർ വണ്ടീൻ്റെ പുറകിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവരുപയോഗിക്കുന്ന സംഭവം കേട്ടോ. അത് ഇപ്പോഴാണ് അറിഞ്ഞത്. ദാറ്റ്സ് വാട്ട് ഐ എം തിങ്കിങ്. ഹൗ ഇറ്റ് ലൈക്ക് ഇറ്റ്സ് ലുക്ക് ലൈക്ക് ആർമി കളർ. വെരി ഓൾഡ്. ഓക്കെ, 40 years old. ഇത് പോളിഷ് ആർമി കിച്ചണാണ്. ചുമ്മാതല്ല ഈ ഒരു സെറ്റപ്പ്. അടിപൊളി. സ്റ്റെപ്പിന് ടയറൊക്കെ ഉണ്ടീന്. ഓക്കെ, നമുക്കിതാ ടോബിയിൽ നിന്ന് ഇറങ്ങാം. എന്നാൽ എന്തായാലും നല്ലൊരു അടിപൊളി വാം വെൽക്കമിങ് ആയിരുന്നു. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു വെൽക്കമിങ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവരുടെ ടാക്സിയാണ്, ഇലക്ട്രിക് ടാക്സിയാണ്. ഇവിടുന്ന് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്ക് 2 കമ്പനിയാണ്, ഒന്ന് അതും ഒന്ന് ഇതും ടാക്സിയും. ഇത് ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കാൻ എന്താ സംഭവം അറിയില്ല. എന്തോന്ന് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബൈ, ചൗസ്.
അടിപൊളി കാട്, നല്ല തണുപ്പുണ്ട് കാടിൻ്റെ ഉള്ളിൽ, മരങ്ങളായിട്ടേ. പിന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇത് വല്ലാത്തൊരു സന്തോഷം തന്നു കേട്ടോ. ഇന്നിങ്ങനെ 2 പേരായി. ഇന്ന് അലൻ, പിന്നെ ഇതിപ്പം ടോബി ഗ്രൂപ്പ് ഓഫ് കമ്പനി. അവരവരുടെ ഒരു കഫേ ഉണ്ട്, അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് സമയമില്ല. ഇത് അത്യാവശ്യം നല്ല ക്ലൈംബ് ഉള്ളതാണ്. ഒരു വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും എനിക്ക് ക്രാക്കോവിൽ പിടിക്കണം. ഇപ്പം ഞാൻ ഓൾറെഡി അവിടെ 1 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. ഇനിയും സ്പെൻഡ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ടൈമില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം അവരുടെ അവിടെ പോകുന്നില്ല. സൂപ്പർ. നട്ടുച്ച നേരം മൊട്ടക്കുന്നിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പോയി. പക്ഷെ അധികം ചൂടില്ല. 1:30, ഇപ്പോൾ ഇവിടെ സമയം 1:30 ആയിട്ടുണ്ട്. നല്ല രസമുള്ള കാഴ്ചകളാണ്. Babica. അടിപൊളി. കുറേ കയറി, ഇനി കുറച്ച് ഇറങ്ങാം. പോളണ്ടിലെ ബസ് ഇങ്ങനെയാ, ഞാൻ ആദ്യമായിട്ട് കാണാണ്. അതിൻ്റെ കളറ് നോക്ക്, എവിടെയും കാണാത്തൊരു കളറാണല്ലോ. ഇനി ക്രാക്കോവിലേക്ക് റൈറ്റിലേക്ക് എടുക്കണം. ഇനി 10-30 കിലോമീറ്ററും കൂടി പോയാൽ ക്രാക്കോ എത്തി. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ക്രാക്കോ ആണ്. ഇനി അത്യാവശ്യം മെയിൻ റോഡിലേക്കാണ് കയറാൻ പോകുന്നത്. ഗ്രീൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ഹൈവേ ആണ്. സൈക്കിൾ അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് കണ്ടിട്ട് അത്ര വലിയ ഹൈവേ ആയിട്ട് തോന്നുന്നില്ല. ചെറിയ ഹൈവേ ആണെന്ന് തോന്നുന്നു. കയറി വെക്കട്ടെ. സൈക്കിൾ അലൗഡ് ആണോ അല്ലെന്ന് അറിയില്ല. അലൗഡ് അല്ലെങ്കിൽ വേറെ പാരലൽ ആയിട്ടുള്ള റൂട്ട് എടുക്കേണ്ടി വരും. ക്രക്കാവ് എത്താറായിട്ടുണ്ട്. ഇനി ഒരു 15 കിലോമീറ്ററും കൂടി ക്രക്കാവ്. 3 വഴി കാണിക്കുന്നുണ്ട്. ഞാൻ അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് വേ എടുത്തു. ഒന്ന് ഇതാണ്, ഒന്ന് അപ്പുറത്ത് വേറൊന്നുണ്ട് ഹൈവേയിൽ പോയി കയറുന്നത്. ഞാനിതെടുത്തു. സിറ്റി തുടങ്ങിയിട്ടില്ല, ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. വിചാരിച്ചതിൽ നേരത്തെ എത്തിയല്ലോ. ഞാൻ ഇത്ര നേരത്തെ പ്രതീക്ഷിച്ചതല്ല, കാരണം നല്ല കട്ട ക്ലൈംബായിരുന്നു. പക്ഷെ അവസാനത്തെ കുറച്ച് കിലോമീറ്റർ നല്ലൊരു ഇറക്കം കിട്ടി. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതിലും കുറച്ച് നേരത്തെ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. ഞാനൊരു 6 മണി ഒക്കെ ആയിരുന്നു വിചാരിച്ചത്. ഇപ്പം 3 മണിയായിട്ടുള്ളൂ. ഒരു 5 കിലോമീറ്ററും കൂടെ എൻ്റെ ഇന്നത്തെ ഡെസ്റ്റിനേഷനിലേക്ക്. 5 കിലോമീറ്റർ. അതാ ട്രാമത പോകുന്ന. അങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുഹമ്മദ് ഷാനിൽ, നമ്മുടെ സർജീസ് ഭായിൻ്റെ അളിയൻ്റെ ഒരു ഷോപ്പുണ്ട് ഇവിടെ, മീറ്റ് ഷോപ്പ്. അവിടെയാണ് എനിക്ക് ലൊക്കേഷൻ തന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ വരാനാണ് പറഞ്ഞത്. ഇവിടെ എത്തിയാൽ എനിക്ക് കീ കിട്ടും. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയിട്ട് ഫ്രഷായി വരാൻ. ഇതാണോ yes, this is the shop. ഇങ്ങനെ ഇതാണ് ക്രക്കാവ്. ഇന്ന് എത്ര കിലോമീറ്റർ? 95 കിലോമീറ്റർ.